synchronization ensure ചെയ്യാനുള്ള നെക്സ്റ്റ് മെക്കാനിസം ആണ് the semaphores എന്ന് പറഞ്ഞ മെക്കാനിസം. സെമാഫോർ എന്ന് പറയുമ്പോൾ again നമുക്കൊരു ക്രിട്ടിക്കൽ സെക്ഷൻ ഏരിയ ഉണ്ട്, ഷെയർഡ് റിസോഴ്സസ് ഷെയർഡ് മെമ്മറി ആക്സസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ ഏരിയ ഉണ്ട്. ഡിഫറെന്റ് പ്രോസസ്സസ് ആർ ട്രൈങ് ടു ആക്സസ് ദാറ്റ് ഏരിയ. അപ്പോൾ ഒരു മെത്തേഡ്, വൺ ഓഫ് ദ മെത്തേഡ് ടു ensure synchronization was the locks. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് എന്ത്, സെമാഫോർസ്. സെമാഫോർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ സെമാഫോർസിന്റെ നമുക്ക് വരുന്ന ഡെഫിനിഷൻ, വാട്ട് ആർ സെമാഫോർസ്, ദെൻ ടൈപ്സ് ഓഫ്, രണ്ട് ടൈപ്പ് സെമാഫോർ ആണുള്ളത്, ബൈനറി സെമാഫോറും കൗണ്ടിങ് സെമാഫോറും. പിന്നെ നമുക്ക് സെമാഫോർ ഒരു വരുന്ന പ്രോബ്ലം ആണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ ഓർ ബൗണ്ടഡ് ബഫർ പ്രോബ്ലം, റീഡർ റൈറ്റർ പ്രോബ്ലം. ഈ രണ്ട് പ്രോബ്ലവും സെമാഫോർ വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് അടുത്തത് വരുന്നത്. സെമാഫോറിന്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് സെമാഫോർ, പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവിംഗ് യൂസിംഗ് സെമാഫോർസ്, റീഡർ റൈറ്റർ പ്രോബ്ലം സോൾവിംഗ് യൂസിംഗ് സെമാഫോർ. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. സെമാഫോർ എന്ന് പറയുന്നത് എന്താണ്? സെമാഫോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സിങ്ക്രണൈസേഷൻ മെക്കാനിസം ആണ്. ലോക്സിൽ നമ്മൾ കണ്ടു എന്താണ്, ലോക്സിൽ സിമ്പിൾ ഫ്ലാഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആയിരുന്നു, ബട്ട് ടെസ്റ്റ് ആൻഡ് സെറ്റ് അതുപോലെ കമ്പയർ ആൻഡ് സെറ്റ് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ സെമാഫോർ നമ്മുടെ സോഫ്റ്റ്വെയർ ബേസ്ഡ് മാത്രമാണ്. ഇതൊരു what is a semaphore? is a simple integer value, നോൺ നെഗറ്റീവ് ആയിരിക്കണം. നോൺ നെഗറ്റീവ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ സീറോയും പറ്റും. ഇതിന് ഈ വേരിയബിളിനെയാണ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ത്രെഡുകൾ ഷെയർ ചെയ്യുന്നത്. യൂസ് ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. സെമാഫോർ എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. Again, സെമാഫോറിന്റെ ഡെഫിനിഷൻ നോക്കാം. സെമാഫോർ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈസ് എ സിമ്പിൾ ഇന്റിജർ വേരിയബിൾ. ഇത് ഇന്റിജർ വേരിയബിൾ ആണ്, പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അതിനെ മൂന്ന് കാര്യങ്ങൾ അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് അതിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും, പിന്നെ രണ്ട് ഓപ്പറേഷൻസ് ആണ് അതിൽ പറ്റുള്ളൂ, വെയിറ്റും സിഗ്നലും. നോർമൽ ഇന്റിജേഴ്സ് ആണെങ്കിൽ ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ് അങ്ങനെയൊക്കെ പറ്റും. ഇതിലാകെ പറ്റുന്നത് എന്താണ്? ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും, പിന്നെ രണ്ട് അറ്റോമിക് ഓപ്പറേഷൻസ്, വെയിറ്റും സിഗ്നലും. ഇതാണ് സെമാഫോറിൽ ചെയ്യുന്നത്. ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറയുമ്പോൾ ഈ സെമാഫോറിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ സെമാഫോറിന്റെ വാല്യൂ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നോ ഓപ്പറേഷൻ, അതായത് ഈ വൈൽ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതർവൈസ് ലൂപ്പിന് ലെസ് ദാൻ ഓർ ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ വൈൽ ലൂപ്പിന് അടുത്തേക്ക് പുറത്ത് വന്നിട്ട് ഇതിനെ ഡിക്രിമെന്റ് ചെയ്യും, സെമാഫോറിന്റെ വാല്യൂവിനെ ഡിക്രിമെന്റ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ഫംഗ്ഷൻ അതാണ് ചെയ്യുന്നത്, ചെക്കിങ് whether the semaphore value is less than or equal to 0, then decrementing the semaphore. പിന്നെ ഈ സിഗ്നൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? സിഗ്നൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെമാഫോറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വെയിറ്റ് ആണെങ്കിൽ ചെക്കിങ്ങും ഉണ്ട്, ഡിക്രിമെന്റും ഉണ്ട്. സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇൻക്രിമെന്റ് മാത്രം. അതായത് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ, ഫോർ എക്സാമ്പിൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ഒരു പ്രോസസ്സ് കെയറാണ്. ക്രിട്ടിക്കൽ സെക്ഷൻ മീൻസ് ഷെയർഡ് ഏരിയയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ആ പ്രോസസ്സ് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിട്ട് ഈ സെമാഫോറിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. സെമാഫോറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആ പ്രോസസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറുന്നതിന് മുമ്പ് സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തിട്ട് വേണം കയറാൻ. പിന്നെ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? സിഗ്നൽ ചെയ്യണം. അതർ പ്രോസസ്സിനെ സിഗ്നൽ ചെയ്ത് പറയണം ഇതിന്റെ കഴിഞ്ഞു എന്നുള്ളത് സിഗ്നൽ ചെയ്ത് പറയണം. സിഗ്നലിനകത്ത് ഇത് സെമാഫോറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. വെയിറ്റ് when semaphore value less than or equal to 0, അതിന്റെ മീനിങ് എന്താണ്? സം പ്രോസസ് ഈസ് ദെയർ ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് വരുന്നത്. വേറെ പ്രോസസ് ഉണ്ടായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ ഈസ് കോൾഡ് when the process comes out of the critical section. ഇതാണ് രണ്ട് പ്രോസസ്സ്, വെയിറ്റും സിഗ്നലും. വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റിന് പകരം പി എന്ന് പറഞ്ഞൊരു നെയിമാണ് യൂസ് ചെയ്യുന്നത്, പി ഓഫ് എസ്. പി എന്ന് പറയുമ്പോൾ എന്താണ്? while semaphore value less than or equal to 0 ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം, ദെൻ ഡിക്രിമെന്റും ചെയ്യണം. ഇവിടെ സിഗ്നലിൽ ഇൻക്രിമെന്റ്. ഇതാണ് സെമാഫോറിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ. ഇനീഷ്യലൈസേഷൻ, വെയിറ്റ് ആൻഡ് സിഗ്നൽ. ഓക്കെ, ഇനി സെമാഫോറിന്റെ ഡെഫിനിഷൻ, സെമാഫോറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു പ്രോസസ്സിന്റെ സ്ട്രക്ചർ. PI പറഞ്ഞ പ്രോസസ്സിന്റെ സപ്പോസ് P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നു. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, ഇതിനകത്ത് ഇനീഷ്യൽ സെക്ഷൻ ഉണ്ട് പ്രോസസ്സിന്. ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറുന്നതിന് മുമ്പ് ആണ് എന്ത് വരുന്നത്? വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുക? സെമാഫോറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിൽ തന്നെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ ഈ സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും.
സിഗ്നൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിട്ടിക്കൽ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സിഗ്നൽ ചെയ്യണം അതർ പ്രോസസ് ക്യാൻ യൂസ് ദ ക്രിട്ടിക്കൽ സെഷൻ. അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രോസസ് സപ്പോസ് P1 ഈസ് കമ്മിങ്, P1 വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു, ക്രിട്ടിക്കൽ സെഷനിലേക്ക് കയറുന്നതിന് മുമ്പ് വെയിറ്റിനെ കോൾ ചെയ്തു. അപ്പോൾ സെമാഫോറിന്റെ വാല്യൂ നമ്മളിവിടെ വൈൽ സോൾവിങ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം സെമാഫോറിന്റെ വാല്യൂ എപ്പോഴും എന്താണ്, ഇനീഷ്യലൈസ് ചെയ്യുന്നത് 1 ആയിട്ടാണ്. അപ്പോൾ സെമാഫോറിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ വെയിറ്റിനെ കോൾ ചെയ്യുമ്പോൾ വെയിറ്റ് ഇവിടെ സെമാഫോറിന്റെ വാല്യൂ ചെക്ക് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല 1 ആണ്. അപ്പോൾ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 ആണെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈൽ ലൂപ്പിൽ നിന്ന് വരും. വൈൽ ലൂപ്പിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇനീഷ്യലി നോ അതർ പ്രോസസ് യൂസിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് പെസിന്റെ വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് പെസിന്റെ വാല്യൂ ഇത് 0 ആക്കും. 0 ആക്കിയിട്ട് ഇത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് P1 എൻ്റർ ചെയ്തു, ക്രിട്ടിക്കൽ സെക്ഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പിന്നെ അത് സിഗ്നൽ ക്രിട്ടിക്കൽ സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. സിഗ്നൽ ജസ്റ്റ് ഇൻക്രിമെന്റ് മാത്രമേ ചെയ്യുള്ളൂ, എസിന്റെ വാല്യൂ വീണ്ടും എന്താക്കി 1 ആക്കി. അപ്പോൾ പിന്നെ റിമൈൻഡർ ഓഫ് ദ സെഷനിലേക്ക് പോകും. അപ്പോൾ ഈ എസിന്റെ വാല്യൂ 0 ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത് ക്രിട്ടിക്കൽ സെഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് P1 ക്രിട്ടിക്കൽ സെഷനിൽ ഇരിക്കുന്ന സമയത്ത് നോ അതർ പ്രോസസ് ഷുഡ് എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. സപ്പോസ് P1 ക്രിട്ടിക്കൽ സെഷനിലാണ്, എസിന്റെ വാല്യൂ 0 ആയിട്ട് ഇരുന്ന് ക്രിട്ടിക്കൽ സെഷനിലാണെന്ന് വിചാരിക്കും. അപ്പോൾ P2 ക്രിട്ടിക്കൽ സെഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വരാണ്. ഇപ്പൊ എൻ്റർ ചെയ്യാനായിട്ട് വരുമ്പോൾ വെയിറ്റ് ഓഫ് എസിനെ കോൾ ചെയ്തു. വെയിറ്റ് ഓഫ് എസിനെ കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആദ്യം വെയിറ്റിനെ കോൾ ചെയ്തു, വെയിറ്റ് ഓഫ് എസ്, എസിന്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്. അപ്പൊ ഈ വൈൽ ലൂപ്പ് തന്നെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അൺടിൽ ദസ് വാല്യൂ ബിക്കംസ് 1 ആവുന്നത്. 1 എപ്പോഴാണ് ആവുന്നത്, ഇത് സിഗ്നൽ കോൾ ചെയ്യുമ്പോഴാണ്, P1 സിഗ്നൽ കോൾ ചെയ്യുമ്പോഴാണ് 1 ആവുന്നത്. അങ്ങനെയാണ് ഇത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഈ സെമാഫോർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സെമാഫോറിന്റെ വർക്കിംഗ്. ഈ നെക്സ്റ്റ് 2 ടൈപ്പ് സെമാഫോർസ് ആണ് നമുക്ക് വരുന്നത്, ബൈനറി സെമാഫോറും കൗണ്ടിങ് സെമാഫോറും. ബൈനറി സെമാഫോർ എന്ന് പറയുമ്പോൾ ബൈനറി എന്ന് പറയുമ്പോൾ എന്താണ്, 2 എന്നാണ് മീനിങ്. അപ്പൊ 2 വാല്യൂസ് വരുള്ളൂ, 0യും 1. കൗണ്ടിങ് സെമാഫോറിന് അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ത് വാല്യൂസ് വേണമെങ്കിലും വരാം. ബൈനറി സെമാഫോർസ് നമ്മളൊരു ലോക്ക് പോലെയാണ് യൂസ് ചെയ്യുക, 0യും 1 പോലെ. കൗണ്ടിങ് സെമാഫോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് എ പെർട്ടിക്കുലർ റിസോഴ്സ് മൾട്ടിപ്പിൾ പ്രോസസ് ക്യാൻ ആക്സസ്. അപ്പോൾ നമുക്കിവിടെ പ്രോസസ്സുകൾ മൾട്ടിപ്പിൾ പ്രോസസ് ഉള്ള പോലെ മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉണ്ടാവും. അതായത് സെയിം റിസോഴ്സിന്റെ ഡിഫറെന്റ് ഇൻസ്റ്റൻസസ് ഉണ്ടായിരിക്കും. അപ്പോഴാണ് ഈ കൗണ്ടിങ് സെമാഫോറിന്റെ യൂസേജ് വരുന്നത്. അതായത് ഇപ്പോൾ 2 പ്രോസസ് ഉണ്ട് നോക്കി, P1 ഉം P2. ദെൻ P1 ഉം P2 2 റിസോഴ്സസ് ഉണ്ട്, R1 ഉം R2. അപ്പോൾ നമുക്ക് P1 ഒരു സെയിം റിസോഴ്സിന്റെ ഇൻസ്റ്റൻസസ് ആണ്. P1 R1 യൂസ് ചെയ്യാം, P2 R2 യൂസ് ചെയ്യാം. ഈ ഒരു P3 കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, കോൺഫ്ലിക്റ്റ് വരും. R1 R2 രണ്ടുപേർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ P3ക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് കൗണ്ടിങ് സെമാഫോർസിന്റെ യൂസേജ് വരുന്നത്. കൗണ്ടിങ് സെമാഫോറിന്റെ വാല്യൂ എത്ര റിസോഴ്സസ് ഉണ്ടോ അതായിട്ട് കൗണ്ടിങ് സെമാഫോറിന്റെ വാല്യൂ സെറ്റ് ചെയ്യും. which are sharing 2 resources. So we can set the value of the counting semaphore to 2. അപ്പോൾ counting semaphore വെച്ചിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. Then ഇതിൽ വരുന്ന മെയിൻ പ്രോബ്ലംസ്, ക്ലാസിക്കൽ പ്രോബ്ലംസ് ഓൺ സിങ്ക്രണൈസേഷൻ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഇതിലുണ്ട്. അപ്പോൾ മെയിൻലി വരുന്ന പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, റീഡർ റൈറ്റർ പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഇപ്പൊ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ 2 പ്രോസസ് ആണുള്ളത്, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പ്രോസസ്സും കൺസ്യൂമർ പ്രോസസ്സും. ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിന്റെ അനദർ നെയിമാണ് ബൗണ്ടഡ് ബഫർ പ്രോബ്ലം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറി ഏരിയ, ഒരു ബഫർ ഉണ്ടായിരിക്കും, ഈ ബഫറിലേക്ക് പ്രൊഡ്യൂസർ ഓരോ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കും, കൺസ്യൂമർ അതിൽ നിന്ന് കൺസ്യൂം ചെയ്തെടുക്കും, ഓരോ ഐറ്റംസ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ സെയിം മെമ്മറി ഏരിയനെയാണ് ഇവർ രണ്ട് പ്രോസസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്മറി ഏരിയ ഓർ ബഫർ ഇസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ബഫർ അല്ലെങ്കിൽ അരയ്ക്ക് n സ്ലോട്ട്സ് ഉണ്ടായിരിക്കും, ഓരോ സ്ലോട്ടിലും ഒരു യൂണിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡ്യൂസർ പ്രോസസ്സും കൺസ്യൂമർ പ്രോസസ്സും. ഇതിനകത്ത് പ്രൊഡ്യൂസർ ട്രൈസ് ടു ഇൻസേർട്ട് ഡാറ്റ ഇൻടു ആൻ എംപ്റ്റി സ്ലോട്ട് ഇൻടു ദ ബഫർ. ഇതിലേക്ക് ഏതെങ്കിലും ഒരു എംപ്റ്റി സ്ലോട്ടിലേക്ക് പ്രൊഡ്യൂസർ ഡാറ്റ വെക്കും, കൺസ്യൂമർ അത് ആ ഡാറ്റ എടുക്കും. അപ്പൊ ഇവിടെ വരുന്ന പ്രോബ്ലംസ് മെയിൻലി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ must not insert data when the buffer is full. ഇതാണ് ബഫർ. സപ്പോസ് ദിസ് ഇസ് ദ ബഫർ. ഇതിനകത്ത് 5 സ്ലോട്ടുകൾ ഉണ്ട്, 1 2 3 4 5 സ്ലോട്ട്സ് ഉള്ള ബഫറാണ്. ഇതിനകത്ത് പ്രൊഡ്യൂസർ പ്രോസസ്സ് വരുമ്പോൾ ഈ ബഫർ ഫുൾ ആയി കഴിഞ്ഞാൽ
പ്രൊഡ്യൂസർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ പാടില്ല. അതായത് നമ്പർ ഓഫ് ഫിൽഡ് സ്ലോട്ട്സ് ആണ് പ്രൊഡ്യൂസർ ചെക്ക് ചെയ്യേണ്ടത്. ഫുൾ എത്ര ഫിൽഡ് സ്ലോട്ട്സ് ഉണ്ട്, എല്ലാ സ്ലോട്ട്സും ഫിൽഡ് ആണെങ്കിൽ, ഫുൾ ആണെങ്കിൽ പിന്നെ പ്രൊഡ്യൂസർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു ക്രൈറ്റീരിയ, ഒരു പ്രോബ്ലം ഇതിൽ വരുന്നത്. അതുപോലെ കൺസ്യൂമറിന് വരാവുന്ന പ്രോബ്ലം എന്താണ്? ഇപ്പൊ കൺസ്യൂമർ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൺസ്യൂം ചെയ്യുമ്പോൾ ഇത് എം ടി ആയി കഴിഞ്ഞാൽ പിന്നെ കൺസ്യൂമർ അതിൽ നിന്ന് എം ടി സ്ലോട്ട്സ് എത്രയാണെന്ന് നോക്കണം. കംപ്ലീറ്റ്ലി എം ടി ആണെങ്കിൽ കൺസ്യൂമർ അതിൽ നിന്ന് എടുക്കാനും പാടില്ല, റിമൂവ് ചെയ്യാൻ പാടില്ല. ഈ തേർഡ് കണ്ടീഷൻ ഈ ബഫർ ഏരിയയുടെയാണ്. പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഷുഡ് നോട്ട് ഇൻസർട്ട് ആൻഡ് റിമൂവ് ഡാറ്റ സൈമിൾട്ടേനിയസ്ലി. പ്രൊഡ്യൂസർ ഇൻസർട്ട് ചെയ്യലും കൺസ്യൂമർ എടുക്കലും ഒരേ ടൈമിൽ അറ്റ് സെയിം ടൈം ചെയ്യരുത്. കാരണം ഇത് ഷെയർഡ് മെമ്മറി ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് പ്രൊഡ്യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് കൺസ്യൂമർ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൺസ്യൂമർ എടുക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ യൂസ് ചെയ്യാൻ പാടില്ല ബഫറിന്. അപ്പൊ ഈ 3 പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. ഈ 3 സെമാഫോർസ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സെമാഫോർ എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ, ഈ മെമ്മറി ഏരിയയിലേക്ക് കയറുമ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സെമാഫോർ ആണ്. ഒരു പ്രോസസ്സ് കയറുമ്പോൾ ലോക്ക് ചെയ്ത് അക്വയർ ചെയ്യും, പിന്നെ റിലീസ് ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെമാഫോർ ആണ് മ്യൂട്ടെക്സ്. ഇത് ബൈനറി സെമാഫോർ. അപ്പൊ അതിന് 2 വാല്യൂസ് ആണ് ഉണ്ടാവുക, 0ഉം 1ഉം. പിന്നെ വരുന്ന 2 സെമാഫോർ ആണ് എം ടി എന്ന് പറഞ്ഞ സെമാഫോറും ഫുൾ എന്ന് പറഞ്ഞ സെമാഫോറും. എം ടി എന്ന് പറഞ്ഞ സെമാഫോറിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്പർ ഓഫ് എം ടി സ്ലോട്ട്സ് ഇൻ ദ ബഫർ. അതുപോലെ ഫുൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫിൽഡ് സ്ലോട്ട്സ് ഇൻ ദ ബഫർ. അപ്പൊ 3 സെമാഫോർസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എ മ്യൂട്ടെക്സ് വിച്ച് ഇസ് എ ബൈനറി സെമാഫോർ which is used to acquire and release the lock to this buffer memory area. പിന്നെ വരുന്ന എം ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എം ടി സ്ലോട്ട്സ്. ഇനീഷ്യലി എം ടി എന്ന് പറഞ്ഞ സെമാഫോറിന്റെ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും? എം ടി എന്ന് പറഞ്ഞ സെമാഫോറിന്റെ ഇനീഷ്യലി വാല്യൂ എന്തായിരിക്കും? തുടക്കത്തിൽ എല്ലാ സ്ലോട്ടും എം ടി ആണ്. അപ്പൊ നമ്പർ ഓഫ് എം ടി സ്ലോട്ട്സ് എത്രയാണ്? ഇപ്പോൾ n ആയിരിക്കും, അതായത് സൈസ് ഓഫ് ദ അറേ ആയിരിക്കും. അതായത് ഇപ്പോൾ 5 ആണെങ്കിൽ 5 ആയിരിക്കും നമ്പർ ഓഫ് എം ടി സ്ലോട്ട്. തുടക്കത്തിൽ നമ്പർ ഓഫ് ഫിൽഡ് സ്ലോട്ട്സ്, അതാണ് ഫുള്ളിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നും ഫിൽ ചെയ്തിട്ടില്ല, അപ്പോൾ 0 ആയിരിക്കും ബിഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ എം ടിയുടെ വാല്യൂ അറേയുടെ സൈസ് ആയിരിക്കും, ഫുള്ളിന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ മ്യൂട്ടെക്സ് പറഞ്ഞൊരു ലോക്കും ഉണ്ട്. ഇത്രയും വെച്ചിട്ടാണ് നമ്മളിത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. ഇപ്പോൾ പ്രൊഡ്യൂസർ ഓരോ ഐറ്റംസ് ഇൻസർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൺസ്യൂമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ നമുക്കറിയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എങ്ങനെയാണ് അതിന്റെ വർക്കിങ്ങിന്റെ ഈ കോഡ് അറിയും. ഇവിടെ പ്രൊഡ്യൂസറിന്റെ കോഡ് എടുക്കുക, ഇതാണ് പ്രൊഡ്യൂസറിന്റെ കോഡ്, ഇതാണ് കൺസ്യൂമറിന്റെ കോഡ് വരുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. പ്രൊഡ്യൂസർ ആദ്യം തന്നെ ഇതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറിന്റെ ആഡ് ഡാറ്റ ടു ദ ബഫർ. ഈ ക്രിട്ടിക്കൽ സെഷൻ ഈ ബഫറിലേക്ക് ഡാറ്റ ഇൻസർട്ട് ചെയ്യും. അതിന്റെ കോഡ് ഇവിടെ എഴുതിയിട്ടില്ല, അതിനെ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ടാണ് എഴുതിയത്. ദിസ് ഇസ് എ ക്രിട്ടിക്കൽ സെഷൻ, ആഡ് ഡാറ്റ ടു ബഫർ. ഈ ക്രിട്ടിക്കൽ സെഷനിലേക്ക് കയറുന്നതിന് മുമ്പ് എപ്പോഴും എന്ത് ചെയ്യണം? ലോക്ക് അക്വയർ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. ഇതാണ് മ്യൂട്ടെക്സ് എന്ന് പറഞ്ഞ ലോക്ക് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തു. അതുപോലെ ക്രിട്ടിക്കൽ സെഷനിൽ ഇറങ്ങി കഴിയുമ്പോൾ അൺലോക്കും ചെയ്തു. പിന്നെ പ്രൊഡ്യൂസർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രൊഡ്യൂസർ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് സിഗ്നൽ ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നത് എം ടി എന്ന് പറഞ്ഞ സെമാഫോറിലാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്. എം ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എം ടി സ്ലോട്ട്സ്. അപ്പോൾ വെയിറ്റ് ഫംഗ്ഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? 2 കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. വെയിറ്റ് ഫംഗ്ഷൻ സെമാഫോറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റും ചെയ്യും. അപ്പൊ എം ടി എന്ന് പറഞ്ഞ സെമാഫോറിന്റെ വാല്യൂ ഇനീഷ്യലി എത്രയാണ്? നമ്പർ ഓഫ് എം ടി സ്ലോട്ട്സ് സൈസ് ഓഫ് ദ അറേ ആണ്. അതായത് ഇപ്പൊ 5 ആണെങ്കിൽ 5 ആണ്. അപ്പോൾ എം ടി എന്ന് പറഞ്ഞാൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കുമ്പോൾ ഇനീഷ്യലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, അല്ലെ? 5 ആണ്. അപ്പൊ എന്ത് ചെയ്യും? എം ടി സ്ലോട്ട്സ് ഉണ്ട്. എം ടി സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡ്യൂസറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർ ഇതിനകത്തേക്ക് വരും, എന്നിട്ട് ഡാറ്റ മ്യൂട്ടെക്സ് വെച്ച് ഏരിയനെ ലോക്ക് ചെയ്തിട്ട് ഡാറ്റ ഇൻസർട്ട് ചെയ്യും, ഏരിയനെ അൺലോക്ക് ചെയ്യും. അതിനുശേഷം സിഗ്നൽ ഫുള്ളിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഫുള്ളിന്റെ വാല്യൂ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽഡ് സ്ലോട്ട്സിന്റെ വാല്യൂ ഒരെണ്ണം കൂട്ടണം. കാരണം ഇപ്പൊ ഒരു ഡാറ്റ ഇൻസർട്ട് ചെയ്തു, അപ്പൊ ഒരു സ്ലോട്ട് ഫില്ലായി. ഇപ്പൊ ഫിൽഡ് സ്ലോട്ടിന്റെ വാല്യൂ കൂട്ടണം. എം ടി സ്ലോട്ടിന്റെ വാല്യൂ ഒന്ന് കുറച്ചിരുന്നു, ഇവിടെ ഫിൽഡ് സ്ലോട്ടിന്റെ വാല്യൂ ഇവിടെ കൂട്ടണം. ഇവിടെ വെയിറ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ഓഫ് ഫുൾ ഇവിടെ ചെയ്തിരിക്കണം. കൺസ്യൂമർ ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. കൺസ്യൂമറിന് കൺസ്യൂം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഫിൽഡ് സ്ലോട്ട്സ് 0 ആവാൻ പാടില്ല, ഫിൽഡ് സ്ലോട്ട്സ് എന്തെങ്കിലും ഉണ്ടാവണം. അപ്പൊ ഫിൽഡ് സ്ലോട്ട്സിന്റെ വാല്യൂ ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് എം ടി ആണെങ്കിൽ ഇവിടെ വെയിറ്റ് ഫുൾ ആണ്. അത് കഴിഞ്ഞ് മ്യൂട്ടെക്സ് ലോക്ക് നോർമലി ഇതുപോലെ ചെയ്യും, ഏരിയനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യും, പിന്നെ ബഫർ ഏരിയനെ. പിന്നെ അത് കഴിഞ്ഞ് സിഗ്നൽ ഓഫ് എം ടി സ്ലോട്ട്സിന്റെയാണ് ഇത്. ഇവിടെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. എം ടി സ്ലോട്ട്സിനെയാണ്
ഇത് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എം ടി സ്ലോട്ട്സിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. അപ്പോൾ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് ഈ കോഡ് ഇതിനകത്ത് എഴുതണം. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് റീഡർ റൈറ്റർ പ്രോബ്ലം എന്ന് പറയുന്നതാണ്. റീഡർ റൈറ്റർ പ്രോബ്ലം പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം പോലെ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് റീഡർ റൈറ്റർ പ്രോബ്ലം. റീഡർ റൈറ്റർ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ കൺസ്യൂമറിൽ ഒരു പ്രൊഡ്യൂസറും ഒരു കൺസ്യൂമറും ആയിരുന്നു. ഇത് സിമിലർ ആണ് പ്രൊഡ്യൂസർ കൺസ്യൂമറിന്. ഇപ്പൊ സപ്പോസ് ഒരു ഡാറ്റാബേസ് ഉണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ ഒരു ഡാറ്റാബേസിൽ നിന്ന് കുറെ പ്രോസസ്സുകൾ റീഡ് ചെയ്യാം, ഡാറ്റാബേസിലെ കാര്യങ്ങൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കാം. കുറെ പ്രോസസ്സുകൾ അതിലേക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഒരു സിംഗിൾ പ്രോസസ് അല്ല, റീഡർ തന്നെ കുറെ ഉണ്ടായിരിക്കും, റൈറ്ററും തന്നെ അതുപോലെ കുറെ റൈറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് കോൺഫ്ലിക്റ്റ് വരുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഒരു ഡാറ്റാബേസിനെ രണ്ടുപേര് ഇപ്പൊ ഒരു പേപ്പർ, ഒരു ഡാറ്റാബേസ് രണ്ട് റീഡ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് രണ്ട് പേർക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ്. ബട്ട് ഒരു റൈറ്റ് ഓപ്പറേഷന്റെ ഒപ്പം ഒരു റീഡ് ഓപ്പറേഷൻ വന്നാൽ എന്തായിരിക്കും? റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വേറെ ആൾ റൈറ്റ് ചെയ്യാനും വന്നാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റിന് ഏത് കേസിലായാലും ലോക്ക് ചെയ്യേണ്ടി വരും. റൈറ്റിന് വേറെ റീഡ് വന്നാലും വേറെ റൈറ്റ് പ്രോസസ് വന്നാലും കോൺഫ്ലിക്റ്റ് ആയിരിക്കും. റീഡിന്റെ കേസ് എങ്ങനെയാണ്? രണ്ട് റീഡ് വന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു റീഡ് ഒരു റൈറ്റ് വന്ന പ്രശ്നമായിരിക്കും. റീഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അത് പ്രശ്നമായിരിക്കും. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സെമാഫോർസിനെ ഡിസൈൻ ചെയ്തിട്ട് റീഡ് പ്രോസസ്, മെയിൻലി പ്രോസസ്സർ റീഡും റൈറ്റും ആണ്. അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടായിട്ട് ഉള്ള സൊല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ ഏതൊക്കെ സെമാഫോർസ് ആണ് യൂസ് ചെയ്യുന്നത്? ലോക്ക് ചെയ്യാനൊക്കെ നമുക്ക് സെമാഫോർ വേണം. മ്യൂടെക്സ് ആണ് സെമാഫോർ. അതിന്റെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 1. ഇത് ഈസ് യൂസ് ടു എൻഷുർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വെൻ. അപ്പൊ അതിന് കോമൺ ആയിട്ട് വരുന്ന ഏരിയ ലോക്ക് ചെയ്യാനും ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ റീഡർ പ്രോസസ്സുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. റീഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റീഡർ പ്രോസസ്സ് വരുമ്പോൾ റീഡ് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ആ റീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രോസസ്സ് പോകുമ്പോൾ റീഡ് കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഇതും ഒരു കോമൺ സംഭവമാണ്. അപ്പൊ ഇതിനെയും എന്ത് ചെയ്യേണ്ടി വരും? മ്യൂടെക്സ് വെച്ചിട്ട് ലോക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു റൈറ്റ് സെമാഫോർ ആണ്. അതിന്റെ ഇനീഷ്യൽ വാല്യൂ 1 ആണ്, കോമൺ ടു ബോത്ത് റീഡർ ആൻഡ് റൈറ്റർ പ്രോസസ്. അപ്പൊ രണ്ട് സെമാഫോർസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ മ്യൂടെക്സ് സെമാഫോർ which is kind of a lock. രണ്ടാമത്തെ റൈറ്റർ സെമാഫോർ. അതാണ് റീഡർ പ്രോസസ്സും റൈറ്റർ പ്രോസസ്സും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് റീഡ് പ്രോസസ്സിന്റെ കൗണ്ട് കീപ്പ് ചെയ്യാനായിട്ട് റീഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, നോർമൽ ഇന്റിജർ വേരിയബിൾ which is initialized to 0, അതും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ റൈറ്റർ പ്രോസസ്സിന്റെയും റീഡർ പ്രോസസ്സിന്റെയും കോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് റൈറ്റർ പ്രോസസ്സ് നോക്കാം. റൈറ്റർ പ്രോസസ്സിന്റെ കോഡായിരിക്കും സിമ്പിൾ കോഡ്. എന്താണ്? റൈറ്ററിന് എന്ത് വന്നാലും കോൺഫ്ലിക്റ്റ് ആണ്. റീഡ് വന്നാലും റൈറ്റ് വന്നാലും കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ റൈറ്ററിന്റെ വെയിറ്റ് ഓൺ ഇതിന്റെ സെമാഫോറിൽ വെയിറ്റ് കൊടുക്കുക. അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ പെർഫോംസ് ദ റൈറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സിഗ്നൽ വെച്ചിട്ട് അതിനെ ലീവ് ചെയ്യുക. റീഡർ പ്രോസസ്സിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു റീഡർ വരണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. റൈറ്റ് വന്നാലാണ് ലോക്ക് ചെയ്യേണ്ടി വരും, സെമാഫോർ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം റീഡ് കൗണ്ട് ഒരു റീഡിംഗ് പ്രോസസ്സ്. അപ്പൊ ഇത് റൈറ്റർ പ്രോസസ് ആണ് ഈ കോഡിലേക്ക് വരുന്നത്. റീഡർ പ്രോസസ്സിന്റെ ഫംഗ്ഷന്റെ കോഡ് ഇതാണ്. ഇപ്പൊ ഒരു റീഡർ പ്രോസസ്സ് വരുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? റീഡർ പ്രോസസ്സ് വന്നു. അപ്പൊ ആദ്യം റീഡറിന്റെ ഒരു കൗണ്ട് വെക്കുന്നുണ്ട്, എത്ര റീഡർ പ്രോസസ്സുകൾ ഉണ്ട്. ആ കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ ആ റീഡ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ വേരിയബിൾ ആണ്, നമ്പർ ഓഫ്. അപ്പൊ അതുകൊണ്ട് അതിനെ മ്യൂടെക്സ് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. ഈ ലോക്ക് ചെയ്തിട്ടാണ് ഈ കോമൺ വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റീഡ് കൗണ്ട് അതുകൊണ്ട് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് റീഡ് കൗണ്ടിന്റെ വാല്യൂ 1, അതായത് ഒരു ഫസ്റ്റത്തെ പ്രോസസ്സാണ്. ഫസ്റ്റത്തെ പ്രോസസ്സ് ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു റീഡ് പ്രോസസ്സാണ് വന്നിരുന്നുണ്ടെങ്കിൽ റൈറ്റ് പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. വെയിറ്റ് WRT എന്ന് പറയുന്നത് റൈറ്റിന്റെ സെമാഫോർ, റീഡിന് റൈറ്റിന് ഉപയോഗിക്കുന്ന സെമാഫോറാണ്. അത് വെച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് റീഡ് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിഗ്നൽ മ്യൂടെക്സ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് റീഡർ റീഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. റീഡിംഗ് ഓപ്പറേഷൻ ചെയ്യും. ഈ സെമാഫോർ വെച്ച് വെയിറ്റ് ചെയ്ത് റീഡിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നു. റീഡിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ റീഡ് കൗണ്ട് ആ റീഡറിന്റെ കഴിഞ്ഞു. അപ്പൊ റീഡറിന്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ റീഡർ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി വീണ്ടും വെയിറ്റ് മ്യൂടെക്സും സിഗ്നൽ മ്യൂടെക്സും വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്തു. പിന്നെ റൈറ്റർ പ്രോസസ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് പ്രോസസ്സിന് വേണമെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സിഗ്നൽ ചെയ്യും. സിഗ്നൽ WRT എന്ന് വെച്ചാൽ സെമാഫോറിൽ സിഗ്നൽ ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ രണ്ടിനെയും കോഡ് എന്ന് വരുന്നത്. റൈറ്റർ പ്രോസസ്സിന്റെ കുറച്ചും കൂടി സിമ്പിൾ കോഡാണ്. റീഡർ പ്രോസസ്സിന്റെ റീഡ് കൗണ്ടിന്റെയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സെക്ഷന്റെയും രണ്ടും സെമാഫോർ വെച്ചിട്ട് ഡീൽ ചെയ്യേണ്ടി വരും.
സോ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് സെമാഫോർസ് ആണ്. സെമാഫോർസിന്റെ ഡെഫിനിഷൻ. സെമാഫോർ എന്ന് പറയുന്നത് ഇന്റിജർ വേരിയബിൾ ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻസ്, 2 ഓപ്പറേഷൻസ് ആണ് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റും സിഗ്നലും. വെയിറ്റ് എന്താണ് ചെയ്യുന്നത്? വെയിറ്റ് സെമാഫോറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതർവൈസ് എന്താണ് ഇതിന്റെ വാല്യൂ സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. സിഗ്നൽ എപ്പോഴും ചെയ്യുന്നത് സെമാഫോറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, എന്താണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, അത് സെമാഫോർ വെച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ് പിന്നെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ സിമിലർ ടു ദാറ്റ് റീഡർ റൈറ്റർ പ്രോബ്ലം, അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് സെമാഫോർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ സെമാഫോർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്.